അഞ്ചുരുളി ജലാശയത്തിൽ 24-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത്. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശിനി ഏഞ്ചൽ എന്ന് വിളിക്കുന്ന അഞ്ജലിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പാമ്പാടുംപാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും പോയ അഞ്ജലിയെ പിന്നീട് കാണാതായിരുന്നു. കോമ്പയാറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിൽ സമയത്ത് എത്താതെ വന്നതോടെ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണോ ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, 24-കാരി ആയ ഏഞ്ചലിനെ കാണാതായത് ഇന്നലെ വൈകിട്ടാണ്. മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിറങ്ങുന്നു. പിന്നീട് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെടുന്നു. തിരച്ചിലിന് ശേഷം മൃതദേഹം ജലാശയത്തിൽ കണ്ടെത്തുന്നു. സംഭവം ആത്മഹത്യയാണെന്ന നിഗമനം പോലീസിനുണ്ട്. ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം സംഭവത്തില് ഈ മരണത്തില് എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ ആജ്ഞ? ആത്മഹത്യയാണ് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. പോലീസ് കൃത്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഞ്ചുരുളി ജലാശയത്തിലെ ടണലിനടുത്താണ് അഞ്ജലി എന്ന ഏഞ്ചലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വെളുപ്പിനോടെയാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും, നെടുങ്കണ്ടത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും, പാമ്പാടുംപാറയിലെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഈ കോമ്പയാറുള്ള വീട്ടിലേക്ക് തിരിച്ചു പോന്നു. 2 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോന്നു എന്നാണ്. തിരിച്ച് വീട്ടിലെത്താനുള്ള സമയം കഴിഞ്ഞിട്ടും കാണാതിരുന്നതിനെ തുടർന്നാണ് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും ഇതേ തുടർന്നാണ് അഞ്ജലിയെ കാണാതായി എന്ന് മനസ്സിലാക്കി പോലീസ് അന്വേഷണം തുടരുകയും ചെയ്തത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തെ തുടർന്ന് അതിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഈ ഫോൺ അഞ്ചുരുളി ജലാശയത്തിന് സമീപത്തായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതും പോലീസ് അവിടെ തിരച്ചിൽ ആരംഭിച്ചതും അവിടെ വന്ന് ഈ പെൺകുട്ടിയുടെ ഏഞ്ചലിന്റെ ബാഗും മൊബൈൽ ഫോണും കണ്ടെത്തി. തുടർന്നാണ് ജലാശയത്തിൽ ഒരുപക്ഷെ മൃതദേഹം ഉണ്ടാകും എന്ന് വിചാരിച്ച് അത് തെരച്ചിൽ നടത്തിയത്. തുടർന്ന് അഞ്ജലിയുടെ മൃതദേഹം രാത്രി ഒരു 2 മണിയോടെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷെ ഇതിലുള്ള ഒരു കാര്യം പോലീസ് പറയുന്നത് എന്ന് പോലീസ് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ അഞ്ജലി ആത്മഹത്യ ചെയ്തതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പോലീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അഞ്ജലിയോടൊപ്പം അവിടെ പിടിവേടി നടന്ന സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. അഞ്ജലിയോടൊപ്പം വൈകുന്നേരം 6 മണിക്ക് ശേഷം മറ്റാരും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ജലാശയത്തിന്റെ തീരത്ത് എത്തേണ്ട മറ്റൊരു സാഹചര്യവുമില്ല. ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നയിക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അഞ്ജലി പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ മനോവിഷമത്തിലായിരുന്നു എന്ന് വീട്ടുകാർ സൂചിപ്പിച്ചതായി പോലീസ് പറയുന്നുണ്ട്. അക്കാര്യത്തിലും വ്യക്തതയില്ല. അതുപോലെ മറ്റൊരു കാര്യം, പെൺകുട്ടിയുടെ വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇനി മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇതിലിപ്പോൾ ഒരു ദുരൂഹതയുണ്ട്. ഈ പെൺകുട്ടി എങ്ങനെയാണ് സാഹചര്യം? അഞ്ജലിയുടെ ബാഗും മറ്റും ഈ സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. അതിലെന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഉണ്ടോ? കാരണം കൊലപാതകത്തിലെ ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഇല്ല എന്ന് പോലീസിന് ബോധ്യമാകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യക്ക് കാരണമായ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ എന്തെങ്കിലും ആത്മഹത്യക്കുറിപ്പോ മറ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലെ സംഭാഷണങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അഞ്ജലിയുടെ ഫോൺ പരിശോധിച്ചിട്ട് വരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ആത്മഹത്യക്കുറിപ്പ് പോലെയുള്ള മറ്റ് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സൂചകങ്ങളും ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്താനായിട്ടെന്ന് മാത്രമല്ല, പോലീസ് അഭ്യൂഹത്തിന്റെ മുകളിൽ നിന്നിട്ടാണ് നമ്മളോടായാലും സംസാരിക്കുന്നത്. ഊഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ അല്ലെങ്കിൽ ഏഞ്ചൽ എന്ന അഞ്ജലിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമല്ല. പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് ആ സമയത്ത് അഞ്ജലിയോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അല്ലെങ്കിൽ അഞ്ചുരുളി ജലാശയത്തിന്റെ സമീപത്ത് എത്തേണ്ടുന്ന മറ്റൊരു സാഹചര്യവുമില്ല. പ്രത്യേകിച്ചും 6 മണി കഴിയുന്നു. ഇരുട്ട് സമയത്ത് തനിച്ചവിടെ എത്തേണ്ടുന്ന മറ്റൊരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചതാണോ, അതല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നിരത്താവുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആത്മഹത്യ അല്ലാതെ
ആത്മഹത്യാ ശ്രമത്തിനിടയിലാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് അതിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും നിലവിൽ അത്തരം തെളിവുകളൊന്നും അത് പ്രൂവ് ചെയ്യുന്ന, ഇത് ഉറപ്പിച്ചു പറയുന്ന, ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന അത്തരം ഒരു തെളിവുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, പക്ഷേ ആജ്ഞ ഏതെങ്കിലും വീട്ടുകാരുമായിട്ട് ഈ അഞ്ജലിക്ക് മാതാപിതാക്കൾ അതല്ലെങ്കിൽ മുത്തശ്ശിയുമായി മറ്റെന്തെങ്കിലും വഴക്കുകൾ ഇട്ടിരുന്നോ? എന്താണ് ഈ രാത്രി സമയത്ത് വൈകിട്ടോടുകൂടി ഇങ്ങനെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് തനിച്ച് ഈ അഞ്ജലി പോകാനുള്ള സാഹചര്യം ഉണ്ടായതുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ മറ്റാരുടെയും ഒരാളെ പോലും സഹായത്തിനായി അതല്ലെങ്കിൽ കൂടെ വിട്ടില്ല എന്ന കാര്യമടക്കം നമ്മൾ പരിശോധിക്കണം. കാരണം ഇത്ര ഒരു മാനസികാവസ്ഥ, ബുദ്ധിമുട്ട്, മാനസികമായ പ്രയാസമുണ്ടായിരുന്ന അഞ്ജലിയെ പോലെയുള്ള യുവതിയെ തനിച്ച് വിട്ട കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കുന്നുണ്ടോ? അപ്പം ഇത്തരം കാര്യത്തിലൊന്നും പോലീസ് വ്യക്തത തരുന്നില്ല എന്ന് വേണം. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യത്തിലുള്ള ക്ലാരിറ്റി വരുത്താത്ത ഒരു ചെറിയ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ 24 വയസ്സുണ്ട് അഞ്ജലിക്ക്. അഞ്ജലി ജോലി കിട്ടാതിരുന്നത് സാഹചര്യത്തിൽ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പോലീസിനോട് വീട്ടുകാർ സൂചിപ്പിച്ചതായി അവർ പറയുന്നുമുണ്ട്. ഒരുപക്ഷെ നേരത്തെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാവാം. 2 ദിവസമായി മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു, നെടുങ്കണ്ടത്ത് ഉള്ള മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാരാണ് ഈ അഞ്ജലിയെ വൈകുന്നേരം, അതായത് കോമ്പാറയിലുള്ള വീട്ടിലേക്ക് 10 കിലോമീറ്റർ മാത്രമാണ്, 10 മുതൽ 15 കിലോമീറ്റർ വരെ ഉള്ള ദൂരമാണ് ഈ ഇവിടെ നിന്നും പാമ്പാടുംപാറയിലേക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അഞ്ജലിയുടെ വീട്ടിൽ നിന്നും പാമ്പാടുംപാറയിലേക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്താനുള്ള സമയം കഴിഞ്ഞിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് പോലീസിനെ അറിയിക്കുന്നതും. അഞ്ജലി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് പോലീസിൽ അവർ അതിനുശേഷം, അതായത് എത്തിച്ചേരുന്ന ഒരു സമയത്തിന് ശേഷമാണ് പോലീസിൽ അവർ പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടുകാരുടെ ഒരു സൂചകങ്ങൾ വീട്ടുകാരോട് പറഞ്ഞിട്ട്, വീട്ടുകാർ എന്താണ് പോലീസിനെ ധരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാവാം ഒരു പക്ഷേ പോലീസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. മുന്നിൽ അഞ്ജലിയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ അഞ്ചുരുളി ജലാശയത്തിന് സമീപത്ത് എന്തിനാണ് അഞ്ജലി ഒറ്റയ്ക്കെത്തിയത്? ഈ ഒരു ചോദ്യം മാത്രമേ പോലീസിന്റെ മുന്നിലുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യം മാത്രം മുൻനിർത്തിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് പറയുന്നത്, പോലീസിന്റെ ഭാഷ്യം ഇത് ആത്മഹത്യയാണ് എന്നാണ്. ഈ ഒരു സാഹചര്യം മാത്രമേ അവരുടെ കയ്യിൽ അത് സ്ഥിരീകരിക്കുന്ന തെളിവായി ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതും. മറ്റൊരു പ്രതികരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ടോം സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വീട്ടുകാരുമായി വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണോ, അത്തരം സാഹചര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും ശ്രദ്ധേയമാണ്. ടോം, തീർച്ചയായും ആജ്ഞ രവീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആത്മഹത്യാക്കുറിപ്പ് ലഭ്യമായിട്ടുണ്ടോ? വീട്ടുകാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അതോ അഞ്ജലിയെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഈ കേസിലെ, ഈ സംഭവത്തിലെ ദുരൂഹത അഴിയുകയുള്ളൂ.